അസൂയ മോളെ അസൂയ. നമുക്ക് പോവാം. ഉമ്മ ടു ടു ടു. ആ അവളുടെ യാത്ര മുടങ്ങണമെങ്കിൽ എന്റെ കാല് പെൻഡിലും പോലെ ഒടിഞ്ഞു തൂങ്ങണം. നല്ല വെയിറ്റ് ഉള്ളതാണേ, ഒരു കാലൊടിഞ്ഞാ മതി. ദാ വരുന്നേ. ടീച്ചറെ, ടീച്ചറുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നോ? ഇല്ല മാഷേ, അങ്ങേർക്ക് ലീവ് കിട്ടിയില്ല. നന്നായി, ഒരിക്കലും കിട്ടല്ലേ. എന്താ പറഞ്ഞേ? അല്ലെങ്കിൽ ഈ സൗദി അറേബ്യ എന്ന് പറയുന്നത് ജോലി ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല. കയ്യും കഴിവുള്ള ചെറുപ്പക്കാരനല്ലേ, ഇവിടെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നതല്ലേ നല്ലത്. ഇയാളെ എന്തോ ചെയ്യാൻ? ഈ ബെല്ലിന് ഇത്രയും പവർ ഉണ്ടായിരുന്ന? ചില ഭാര്യമാർക്ക് കയ്യും കാലും ഒടിഞ്ഞ് ക്ലോക്കിന്റെ പെൻഡിലും പോലെ തൂങ്ങിക്കിടക്കുന്നതായിരിക്കും ഇഷ്ടം. എന്നെ കൊണ്ട് ഇതിനൊന്നും സാധിക്കില്ല. ദ്രവ്യേട്ടൻ വേറെന്തെങ്കിലും ഒരു വഴി പറ. ചോദിക്കുമ്പോ വഴി പറഞ്ഞാൽ ഞാൻ എന്താ പൊളിച്ചു പറയോ? ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ? അല്പം കഠിനമാണ്. എന്ത് വഴി? കട്ട് തിന്നാ പോരെ കുഴി എണ്ണുണ്ടല്ലോ. വിളിക്ക് പപ്പനെ ബാലാമണിയായിട്ട്, എന്നിട്ട് ചോദിക്ക് 50,000. എത്ര? 50,000 രൂപയോ? അതല്ല മടിയർ, തുക ഇത്തിരി കുറഞ്ഞു പോയോന്നൊരു സംശയം. അതെ, എന്റെ ഒരു മാസത്തെ പെട്രോൾ തുക പോലും ആയില്ല. ഐറ്റ്സ് ഓക്കേ. ഉമ്മ. അയ്യോ മാല. അല്ലെങ്കിൽ എനിക്കിവിടെ ലാപ്ടോപ്പിനൊന്നും ആവശ്യമില്ല. പറഞ്ഞ പണം റെഡിയാണല്ലോ. മുഴുക്കനുണ്ട്. പെരേരല്ല പപ്പൻ. എന്റെ പേരെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചൂടെ മുത്തച്ഛ? സോറി മിസ്റ്റർ പപ്പൻ പെരേര, നിങ്ങൾ വിഷമിക്കരുത്. ഒട്ടും വൈകാതെ തന്നെ ഞാൻ അടുത്ത കടവും വാങ്ങുന്നുണ്ട്. ഇങ്ങനെ മുട്ടുമ്പോ കടം ചോദിച്ചാൽ എങ്ങനെ ശരിയാവണത്? ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഇനി ബാലാമണിയെ കാണിച്ചത് ഒരു 5 പൈസ തരൂല. കൂൾ ഡൗൺ മിസ്റ്റർ പപ്പൻ പെരേര. ബാലാമണിയെ കാണാത്തതിൽ നിങ്ങൾക്ക് അത്ര വിമിഷ്ടമാണോ? വിമ്മ് ഇഷ്ടമാണ്, സർഫ് ഇഷ്ടമാണ്. വെൽ ഡൺ മൈ ബോയ്. സൂനക്കുട്ടികളെ എനിക്കും ഇഷ്ടമാണ്. അടുത്ത മാസം അവസാനത്തെ ഞായറാഴ്ച പപ്പനെ കാണാനായി ബാലാമണി വന്നിരിക്കും. ഇതേ പാർക്കിൽ ഇതേ ബെഞ്ചിൽ കൃത്യം 5 മണിക്ക് ചുവന്ന ചുരിദാറിട്ട് അവിടെ എത്തിയിരിക്കും. ചുവന്ന ചുരിദാറിട്ട് മറ്റാരെങ്കിലും വന്നിരുന്ന ഞാനങ്ങനെ തിരിച്ചറിയും. ക്ലേവർ ബോയ്. ഞാനൊരു രഹസ്യ കൂടുതലാം. ഇതാ, ഇത് പരിപ്പോടല്ലേ? ഓഫ് കോഴ്സ്. ഇത് പകുതിയുള്ളല്ല. അതെ, ഇതിന്റെ ബാക്കി പകുതി ബാലാമന്റെ കയ്യിലാണ്. ഈ രഹസ്യ കോഡുകൾ ഒത്തുചേർന്നാൽ നീ പപ്പൻ, അവൾ ബാലാമണി. പിന്നെ ഒരു കാര്യം, എന്താ? എന്നെ ധിക്കരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്റെ അമ്മയും മകളും എന്റെ വീട്ടിലിരിക്കും. അഥവാ നിന്നെ ധിക്കരിക്കാനാണ് എന്റെ ഭാവമെങ്കിൽ എന്റെ അമ്മയും മകളും നിന്റെ വീട്ടിലിരിക്കും. ഓർമ്മയിരിക്കട്ടെ. ഓക്കേ. എന്തുവാടാ കാണിക്കുന്നത്? ഏയ്, ഒന്നും കാണിക്കാനല്ല. എന്താ വേണ്ടത്? ചെറിയൊരു കൊട്ടേഷൻ പറ്റി.
ലൈറ്റ് ഇട്ടോണ്ട് ഒരു വണ്ടി വരാൻ പറ. പാവം കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? മതി, ഈ ഒടിഞ്ഞു തൂങ്ങിയ കാൽ തന്നെ ധാരാളം മതി ഏത് യാത്രയും മുടക്കാൻ. എന്നാലും ഇത്ര കൃത്യമായിട്ട് ഒരു കാല് തന്നെ അങ്ങനെ ഒടിക്കാൻ പറ്റി? വഴി വെച്ച് ഹരിയെ ആരൊക്കെയോ ചേർന്ന് തല്ലുന്നത് കണ്ടപ്പോ കേറി ഇടപെട്ട. ആരൊക്കെയോ? ഹരിയെ തല്ലാ ഗുണ്ടകളെ ഏർപ്പാടാക്കിയത് ഞാനാ. ഏതായാലും പപ്പന്റെ കാശ് മുതലായി. എന്നാലും ഇതല്പം കടന്നുപോയി ദ്രവ്യ. വേറെ വഴിയുണ്ടായില്ലല്ലോ. അയ്യോ മോനെ, നിനക്ക് എന്ത് പറ്റി? അമ്മ പേടിക്കാനൊന്നുമില്ല. പേടിക്കാനൊന്നുമില്ലെന്നാ. ഒരു 1.5-2 മാസം കഴിഞ്ഞ ഈ കാലൊന്ന് നേരെ വന്നെങ്കിൽ എനിക്കതല്ല, ഈ ഒറ്റക്കാലും വെച്ച് ഒറ്റക്കാവോന്ന് വിചാരിക്കുമ്പോഴാണല്ലോ. വന്നേ, നമുക്ക് പുറത്തേക്കാം. പോ, ചെല്ലേ. ഈശ്വര, ഇവള് പോകരുതേ. ഈ അവസ്ഥയിൽ ഓപ്പറേഷന് പോകുന്നില്ല എന്നാണ് ഇവള് പറയുന്നത്. ഇവിടെ നിന്ന് ഉണ്ണികൃഷ്ണനെ നോക്കണമെന്ന്. ഇന്നെങ്കിലും ഈശ്വരൻ വിളി കേട്ട്. എന്ത് ഭ്രാന്തായി പറയണേ? ഈ ഒരു നിസ്സാര കാര്യത്തിനു വേണ്ടി ഓപ്പറേഷൻ മാറ്റി വെക്കാനാണോ? മോളെ, ഭാര്യയുടെ അവകാശം തന്നെയാ ഭർത്താവിനെ ശുശ്രൂഷിക്കാന്നുള്ളത്. പക്ഷെ മോക്കറിയാവോ, നിന്റെ ഈ ഉണ്ണിയേട്ടൻ മഹാകുസൃതിയായിരുന്നു കുട്ടിക്കാലത്ത്. 15 വയസ്സാകുമ്പോഴേക്കും വീണ് കയ്യും കാലും ഒടിച്ചത് 17 തവണയാ. അന്നൊക്കെ ഈ അമ്മ തന്നെയല്ലേ മോളെ ഇവനെ നോക്കിയത്? അന്ന് നോക്കിയത് പോരെ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ ഒരു കാരണവും പറഞ്ഞ് മോളുടെ യാത്ര മുടങ്ങരുത്. ഞാൻ നോക്കിക്കോളാം ഇവനെ. അനുസരിക്കും മോളെ, മറ്റാരും അല്ലല്ലോ, ഉണ്ണിയുടെ അമ്മ തന്നെയല്ലേ പറയുന്നേ. മാത്രമല്ല, നീ ഒന്ന് സംസാരിച്ച് കാണാൻ വേണ്ടി നോമ്പും നോറ്റ് കാത്തിരിക്കുക ഇവിടെ ഒരാള്. അല്ലേ മോനെ? മോളെ, വാ എടുത്തി. ദേ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വിഷമിക്കണ്ട, റെസ്റ്റ് എടുത്താൽ മതി. അപ്പൊ ഞാൻ പുറത്തിരിക്കാം. എപ്പോഴാ യാത്ര? ഈ മാസത്തെ അവസാനത്തെ ഞായറാഴ്ച ഞാൻ എൻ്റെ ബാലാമണിയെ കാണാൻ പോണ ദിവസം. ഇങ്ങനെ വട്ടം വരച്ച് ഇതിൻ്റെ ഉള്ളിലാക്കുന്നുണ്ട് ഞാൻ. ബാലാമണി, ചുവന്ന ചുരിദാറിട്ടല്ലേ നീ വരിക? അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ട നിറം ചുമപ്പ്. ചുവപ്പ് താൻ അവക്ക് പിടിച്ച കളറ്, അത് തന്നെ ചുവപ്പ് താൻ എനിക്ക് പിടിച്ച കളറ്. എന്റെ കണ്ണും പല്ലും ഒഴിച്ച് നിർത്തിയ ബാക്കിയെല്ലാം ചുവപ്പ്. ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആ കിളവൻ തന്ന പരിപ്പുടക്കോട് കാക്ക ഒത്തിക്കൊണ്ടും പോയി, അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കായിരുന്നു. ഒരു അവതാരം കണ്ടിട്ട് പോവാനാണെന്ന് തോന്നുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാൻഡ് അംബാസിഡറാ. ചുമല ചുരിദാർ നമ്പർ 5. കൊച്ചു കള്ളി, പപ്പേട്ടനെ കാണാതെ പരിഭവിച്ചിരിക്കണല്ലേ? പരിഭവിക്കണ്ട, ഇതാ വന്നു പപ്പിയുടെ സ്വന്തം പപ്പേട്ടൻ. എങ്ങനെ അറിയിക്കും? കവിളിലൊരു ഉമ്പ് കൊടുത്താലോ? വേണ്ട, ചെവിക്കുന്നുള്ള
അത് വേണ്ട കണ്ണു പൊത്താം. ആരാണെന്ന് പറയാമോ? പേടിക്കണ്ട, പപ്പയുടെ അതേ ചോപ്പ്. എന്താ സംഭവം? ആക്ച്വലി എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞുതരാം. ഈ കുട്ടി അങ്ങോട്ട് വരുമോ? അറിയാമോ?